വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നമ്മുടെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്ന ഹോർലിക്സിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്, വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാം. ഞാനിവിടെ 4 ഫ്ലേവറിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് 4 ഫ്ലേവേഴ്സ് ആക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ ഇവിടെ വെച്ചിട്ട് അത് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 1 കപ്പ് വീറ്റ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആട്ടപ്പൊടി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഹെൽത്തി, ഏറ്റവും കൂടുതൽ ടേസ്റ്റും അത് തന്നെയാണ് ഉണ്ടാവുക. എനിക്കിവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ആട്ടപ്പൊടി ഞാനിവിടെ 1 കപ്പ് അളവിലെടുക്കുന്നുണ്ട്. 1 കപ്പ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് വരും, അതുപോലെ ടേസ്റ്റും ഉണ്ടാകത്തില്ല, കരിഞ്ഞും പോവും. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന ടൈം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇളക്കിയിട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കളർ ചേഞ്ച് ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കിയ ശേഷം നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരും, ഒരു ബ്രൗൺ കളറൊക്കെ വരും. ആ ഒരു ടൈമിൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൂളാൻ വെക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ കൂളാൻ വെക്കാം. ഇതൊന്ന് കൂളാകുന്ന ടൈമിൽ നമുക്കൊരു പാന് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 15 ബദാം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഹീറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്തതിന് ശേഷം അതും ഒന്ന് കൂളാകാൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു 1/4 കപ്പ് കടല ഇട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം 2 or 3 മിനിറ്റ്സ്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സോൾട്ട് ആഡ് ചെയ്ത കടല എടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ കടലയും ഒന്ന് കൂളാൻ വെക്കാം. അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കടലയുടെ തൊലി കളഞ്ഞിട്ട് വേണം നിങ്ങളിത് പൊടിച്ചെടുക്കാൻ. അതുപോലെ രണ്ടും നല്ലപോലെ കൂളാവുകയും വേണം. ചൂടോട് കൂടിയിട്ട് പഞ്ചസാര ഇട്ട് പൊടിക്കാൻ പാടില്ല. ഇനി ഇതൊക്കെ കൂടി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നമ്മൾ നേരത്തെ വറുത്ത് കൂളാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമാണ്, ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോർലിക്സിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ കൂളായതിന് ശേഷം മാത്രമേ ഇതൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മിൽക്ക് പൗഡറൊക്കെ അതിൽ മെൽറ്റായി പോവും. ഇനി നമുക്കൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 3 ബൗളിലാക്കി ഇത് സെപ്പറേറ്റായി വെക്കാം. കുട്ടികൾക്കൊക്കെ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഹോർലിക്സാണ്. ഇനി നമുക്ക് പിസ്ത പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്ത ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് മിക്സറിലിട്ടിട്ട്. ഇനി നമുക്ക് ഒന്നിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഏലാച്ചി പൗഡറാണ്. ഏലാച്ചി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ കാർഡമം പൗഡർ. ഇനി നമുക്ക് ഒന്നിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇതാണ് കൊക്കോ പൗഡറാണ്. അത് 3ഉം കൂടി ഓരോന്നിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് നല്ലപോലെ ജോയിൻ ആക്കി കൊടുക്കാം. ഇവിടെ 4 ഫ്ലേവേഴ്സിലായിട്ടുണ്ട്: ചോക്ലേറ്റ്, ഏലാച്ചി, പിസ്ത, അതുപോലെ പ്ലെയിൻ ഹോർലിക്സ്. 4 ഫ്ലേവേഴ്സിലായിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിൽ നല്ല ചൂടുള്ള പാലൊഴിച്ചതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു ഫ്ലേവർ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവർ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഹോർലിക്സ്. കുട്ടികൾക്കൊക്കെ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഹോർലിക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും.
പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും തൽക്കാലം എല്ലാവർക്കും വിടാം. ബായ്.